സുഹൃത്തുക്കൾ എല്ലാവർക്കും നമസ്കാരം. നമ്മളൊരു 20 ദിവസം മുന്നേ തെങ്ങ് തടം തുറന്ന് കുമ്മായി ഇടുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഫേസ്ബുക്കിൽ തന്നെ 1 മില്യൺ ആളുകൾ കണ്ടു. എല്ലാവർക്കും നന്ദി. അപ്പോൾ അതിനകത്ത് കുറേ ആളുകൾ നിർദ്ദേശിച്ചു കുമ്മായമല്ല ഇടേണ്ടത്, ഡോളോമേറ്റാണ്. അപ്പോൾ ഡോളോമേറ്റിലാകുമ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ മഗ്നീഷ്യം ഉണ്ട്, കാൽസ്യം ഉണ്ട്. അപ്പോൾ കുമ്മായിടാൻ കാരണം നമ്മൾ പണ്ട് മുതലേ കുമ്മായി ഇടുന്ന ആളുകളാണല്ലോ. കുമ്മായി ഇടുന്ന വെച്ചാൽ കേരളത്തിലെ മണ്ണെന്ന് പ്രത്യേകിച്ചാൽ അസിഡിറ്റി കൂടിയ മണ്ണ്, അത് പെട്ടെന്ന് നിയന്ത്രിക്കാൻ വേണ്ടി കുമ്മായി ഇടാം. ആ സമയത്ത് നമ്മൾ കേരളത്തിലെ മണ്ണിൽ മഗ്നീഷ്യം കുറവാണ്. അതിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡോളോമേറ്റാണ് നല്ലത്. അപ്പോൾ രണ്ടിൻ്റേതായ പ്രവൃത്തികളുണ്ട്. അപ്പോൾ ഞാൻ ഒരു തെങ്ങിന്, ഞങ്ങൾ കോഴിക്കോട് സിറ്റിയിൽ താമസിക്കുന്ന ഒരു തെങ്ങിന് ഡോളോമേറ്റും ഉണ്ട് ഇട്ടു, ഒരു തെങ്ങിന് കുമ്മായി ഇട്ടു. അപ്പോൾ 20 ദിവസം കഴിഞ്ഞ് ഇനി നമ്മൾ അതിന് അടുത്ത വളപ്രയോഗം തുടങ്ങാം കേട്ടോ. 20 ദിവസം കഴിഞ്ഞിട്ട് ഓൾറെഡി നമ്മളെ അസിഡിറ്റിയൊക്കെ നിയന്ത്രിക്കപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്, നമ്മൾ 1 കിലോ എല്ലുപൊടി, ചുരുങ്ങിയത് കായ്ക്കുന്ന തെങ്ങിന് 1 കിലോ എങ്കിലും എല്ലുപൊടി അങ്ങിങ്ങായി ഇതേപോലെ വിതരണം. കാരണം ചെറിയ തെങ്ങിനാണെങ്കിൽ കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ തീർച്ചയായിട്ടും അത് ചെയ്യുക. പിന്നെ നമ്മൾ മെയിനായിട്ട് നമ്മൾ തെങ്ങിന് നൈട്രജൻ വളം ധാരാളം വേണം അല്ലേ. പ്രത്യേകിച്ച് നമ്മൾ ഒരു വർഷത്തേക്കുള്ള വളപ്രയോഗം ചെയ്യുകയാണ്. അപ്പോൾ പരമാവധി പച്ചില കമ്പോസ്റ്റ് ഇട്ടേക്കണം. ഇതേപോലെ നമ്മളിപ്പോൾ മഴയല്ലേ, ഇഷ്ടംപോലെ പച്ചില കമ്പോസ്റ്റ് കിട്ടാനുണ്ടാവും. അതുപോലെ തന്നെ അലിയുന്ന എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ, ചക്കയോ അല്ലെങ്കിൽ പച്ചക്കറി വേസ്റ്റ് എന്ത് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഇടാം. ഇതേപോലെ അങ്ങിങ്ങായി വിതറിയേക്കണം. അതാണ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ മുകളിലാണ് നമ്മൾ പച്ചച്ചാണക കുഴമ്പാക്കിയിട്ട് 1 ബക്കറ്റ് പച്ചച്ചാണകമെങ്കിലും പരമാവധി ഇടാൻ വേണ്ടി ശ്രമിക്കുക. 2 or 3 ഇട്ടാൽ ഏറ്റവും നല്ല. നമ്മൾ പണ്ടൊക്കെ ഞങ്ങളൊക്കെ കോഴിക്കോട് കുറച്ച് ഉൾഗ്രാമത്തിലായിരുന്നു, കുരാച്ചൂടുന്ന സ്ഥലമാണ്. അവിടെയൊക്കെ നമുക്ക് പശുവിനെ വളർത്തുന്നത്. അപ്പോൾ 2-3 ബക്കറ്റൊക്കെ കൊട്ടയൊക്കെ കൊണ്ടിടുമായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ കോഴിക്കോട് ഇപ്പോൾ സിറ്റിയിൽ താമസിക്കുന്നത്. അപ്പോൾ 1 ബക്കറ്റ് പച്ചച്ചാണക കുഴമ്പാക്കിയിട്ട് ഇലകളുടെ മുകളിലേക്ക് അങ്ങ് ചുറ്റും ഒഴിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ട്, 1 മാസം കഴിഞ്ഞാലും കുഴപ്പമില്ല, നമ്മൾ തടം മൂടുക എന്നുള്ള അടുത്ത പ്രവൃത്തി. കാരണം മഴയൊക്കെ കുറഞ്ഞു വരികയാണ്. അതിന് മുന്നോടിയായിട്ട് നമ്മൾ തെങ്ങിന് ഇത് വേണം, എന്താണ്, പൊട്ടാഷ് വേണം. പൊട്ടാഷ് ധാരാളം ഉണ്ട്. അന്ന് ഈ പൊട്ടാഷ് രാസവളം മേടിച്ചിടാം, അതല്ലെങ്കിൽ ചാരം ഉണ്ടെങ്കിൽ ചാരം ഇട്ടാൽ. അപ്പോൾ ചാരമൊക്കെയാണ് കുറച്ച് കൂടുതൽ ഇട്ടേക്കണം. 1 ബക്കറ്റെങ്കിലും ചുറ്റും ഇതേപോലെ ചുറ്റും വിതരണം. അപ്പോൾ അതാണ് ആദ്യം പിന്നെ ചെയ്തത്. പിന്നെ നമ്മൾ തടം മൂടാൻ വേണ്ടി പോവാണ്. തടം മൂടുന്ന വെച്ചാൽ പ്രത്യേകിച്ച് നമ്മൾ മഴ തീരെ മാറിയിട്ടില്ല. അപ്പോൾ തടം നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ടല്ലോ, ആ തടത്തിൻ്റെ പകുതി ഭാഗം ഇതേപോലെ വെട്ടി അറിഞ്ഞ് പൊടിയാക്കിയിട്ട് ചുറ്റും ഇതേപോലെ വിതറിയേക്കണം. അപ്പോൾ പെട്ടെന്ന് എഫക്റ്റീവ് ആവുകയും ചെയ്യും. നല്ല പൊടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വളപ്രയോഗം നമ്മളെ എന്താണ് സമയബന്ധിതമായി നടന്നോളൂ. പിന്നെ ഉള്ളിലുള്ള വളവും വെള്ളവും ഒന്നും ഒലിച്ചു പോകില്ല. അപ്പോൾ തടം മുഴുവനായിട്ട് മൂടണ്ട. ചില ആളുകൾ തടം മൊത്തം മൂടുന്ന സ്വഭാവം ചെയ്യാറുണ്ട്. അത് നോ പ്രോബ്ലം, എന്തായാലും ഇഷ്ടമുള്ള ചെയ്യുക. പിന്നെ വേനൽക്കാലത്ത് ആഴ്ചയിൽ 1 തവണയെങ്കിലും നനയ്ക്കാൻ ശ്രമിച്ചാൽ തെങ്ങിൽ നിന്ന് നല്ല വിളവ് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് 2 തെങ്ങുള്ളൂ. വീട്ടിലേക്ക് അരയ്ക്കാനുള്ളത് കിട്ടുകയും ചെയ്തു. ഒരു 2500 രൂപയുടെ തേങ്ങ വിൽക്കാനും സാധിച്ചു.